ലോകം മുഴുവനും സോളാർ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഹരിത എനർജിയിലേക്ക് മാറുമ്പോൾ നമുക്ക് മാത്രം പുറംതിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇലക്ട്രിക് ബസ്സുകൾക്ക് KSRTC തന്നെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി ഇവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ കൂടി എക്കണോമിക്കലാവും. പിന്നെ ഞാനിത് മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം KSRTCക്ക് വേണ്ടിയിട്ട് കണ്ടമാനം പൊതുഖജനാവിലെ പണം പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇതിനെ നന്നാക്കാം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫസർ സുശീൽ ഖന്നയെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന ശുപാർശ എന്ന് പറയുന്നത് KSRTCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ ആരും ക്വാളിഫൈഡ് അല്ല. അവർ സർവീസിൽ ആശ്രിത നിയമനത്തിൽ കൂടെയൊക്കെ കയറി വന്നിട്ട് അവിടെ ഇരുന്ന് വീണ്ടും പരീക്ഷയൊക്കെ പാസ്സായി വന്ന അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരെയൊക്കെ മാറ്റി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ ഈ പോസ്റ്റുകളിൽ ആളെ വെക്കണമെന്നാണ്. അപ്പോൾ ടോമിൻ തച്ചങ്കരിയുടെ കാലത്ത് അങ്ങനെ വന്ന ഓപ്പറേഷൻ്റെയും മറ്റു ചുമതലയുള്ള ഡയറക്ടർമാരെ അവിടുന്ന് മാറ്റിയിരുന്നു. അവരെ ആരും തിരിച്ചു കൊണ്ടുവന്നില്ല. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ തിരിച്ചു വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരിൽ ചില ആളുകൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ തെറ്റായ കണക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തിയെന്നാണ് ഞാൻ ഇന്നലെയും ഇന്നുമായി തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഒറ്റ കാര്യം ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന പോലെ പറയാം. അതായത് ഒരു ഡീസൽ വണ്ടി, ഒരു ബസ് ഓടാനായിട്ട് 1 കിലോമീറ്ററിൻ്റെ ഡീസൽ കോസ്റ്റ് എന്ന് പറയുന്നത് 25 രൂപയാകുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ചാർജ് ചെയ്യാനായി 2.25 രൂപയേ ഉള്ളൂ. അതായത് 500 കിലോമീറ്റർ ആവറേജ് ഒരു വണ്ടി ഓടുന്നെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഡീസൽ അടിക്കാൻ തന്നെ 12,510 രൂപ വേണം. അതേസമയം അത് ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യാനായിട്ട് 1,250 രൂപയുള്ളൂ. അതായത് ഒരു ദിവസത്തെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഡീസലും ഇലക്ട്രിസിറ്റിയും ഉപയോഗിച്ച് ഓടുന്ന വണ്ടികൾ തമ്മിലുള്ള വ്യത്യാസം 11,250 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 10,000 രൂപ കൂട്ടിക്കോ, 30 ദിവസം ഓടുമ്പോൾ എത്രയായി? അപ്പം ആ ഒരൊറ്റ കണക്ക് ഈ മന്ത്രിയുടെ അടുത്ത് ഇവരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗണേശൻ ഈ ട്രാപ്പിൽ ചെന്ന് വീടില്ലായിരുന്നു. മാത്രവുമല്ല 2021 പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കിയ വിഷൻ, ആ വിഷനകത്ത് പറയുന്നത് 2025 ആകുമ്പോഴത്തേക്കും കേരളത്തിൽ 1/3 വാഹനങ്ങൾ ഇലക്ട്രിക് വണ്ടികളാകണമെന്നാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പിൽ തന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പം അതൊക്കെ ബഹുമാനപ്പെട്ട ഗണേശനെ ബോധ്യപ്പെടുത്താതെ സ്വാഭാവികമായിട്ടും ഈ 1 കോടി രൂപയുടെ കണക്ക് മാത്രം പറഞ്ഞു കാണും. ശരിയാ, അദ്ദേഹം പറഞ്ഞ പോയിന്റ് അവിടെയാണ്. 1 കോടി രൂപ മുടക്കുന്ന ഇലക്ട്രിക് ബസ്സും 25 ലക്ഷം രൂപ മുടക്കുന്ന ഡീസൽ വണ്ടിയും, അപ്പോൾ 4 വണ്ടി മേടിക്കാം. ആ കണക്കിൽ ശരിയാണ്. പക്ഷേ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ഇത്രയും ഒരു വണ്ടിക്ക് 10,000 രൂപയുടെ ചെലവ് പ്രതിദിനം ഉണ്ടാകുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി നിന്ന് KSRTCയിൽ തിരിച്ചു വന്ന് അധികാരപ്രമത കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ നടപടി ഉണ്ടായത്. ഒരു പക്ഷേ അത് കേരളത്തിനും KSRTCക്കും നന്നായി ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ഇന്ന് പൊതുഗതാഗതത്തിൽ നിന്ന് പ്രത്യേകിച്ച് കോവിഡ് കാലം വന്നു കഴിഞ്ഞപ്പം ഈ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ പേരിൽ ഒത്തിരി യാത്രക്കാരെ പൊതുഗതാഗതത്തിന് നഷ്ടപ്പെട്ടു. അതായത് ഇപ്പോൾ 20 ലക്ഷം യാത്രക്കാരാണോ KSRTCക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാലത്ത് 30-32 ലക്ഷം യാത്രക്കാരുണ്ടായിരുന്നു. ആ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരണം. അവരെ കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവരെ ആകർഷിക്കണം. ഇന്ന് ഇന്ത്യയിൽ സ്വകാര്യ വാഹനങ്ങളെ പൊതുഗതാഗതത്തെക്കാൾ ചീപ്പായിട്ട് സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യാവുന്ന ബസ് കൂലിയാണ് ഇന്ന് കേരളത്തിൽ. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് ഓടുന്ന വണ്ടി തമിഴ്നാട് അതിർത്തി കയറിയാൽ കേരളത്തിൽ ഓടുന്നതിൻ്റെ പകുതി ചാർജേ വാങ്ങാൻ കഴിയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഇതുപോലെ കൂടുതൽ ചാർജ് വാങ്ങാൻ കഴിയില്ല. അവിടെ 5 രൂപയ്ക്ക് മിനിമം ചാർജിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ 10 രൂപയാണ്. അപ്പോൾ ആ 10 രൂപ മേടിച്ചിട്ടും ഇത് പോരെന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? 10 രൂപ എന്ന് പറയുമ്പോൾ 2.5 കിലോമീറ്ററിന് 10 രൂപ കൊടുത്ത് ഡീസൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ ആദ്യത്തെ കിലോമീറ്ററിന് കൊടുക്കുന്നത് 4 രൂപയാണ്. അതേസമയം 70 കിലോമീറ്റർ മൈലേജുള്ള 2 വീലറിൽ കയറിയാൽ 1.5 രൂപ മതി. 1.5 രൂപയ്ക്ക് സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പൊതുഗതാഗതത്തിൽ 4 രൂപ കൊടുക്കുക. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ അതാണ് 30,000 ബസ് ഉണ്ടായിരുന്ന സ്വകാര്യ ബസ്സുകൾ ഇന്ന് 12,000 കുറഞ്ഞു എന്ന് അവർ പറയുന്നതിന്റെ കാരണം ചാർജ് കണ്ടമാനം കൂട്ടിയാൽ വരുമാനം കൂടുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ.